ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരാളെ യൂട്ടിലൈസ് ചെയ്യാണോ എന്നെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും കണ്ണും കാതും ഒക്കെ ഒന്ന് തുറന്നു വെച്ചാൽ മനസ്സിലാകാവുന്ന ഒരു കാര്യമാണത്. കാര്യം നമ്മളൊരാളെ ഇഷ്ടപ്പെടുകയും ഒരാളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരെങ്ങനെയെന്നുള്ളതല്ല, നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് ഒരാളെ സ്നേഹിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരാളിൽ കുറേ കാര്യങ്ങൾ ആരോപിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ആരോപിക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് ഈ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ അവർ കാണിക്കും. അവരെ അതുമായിട്ട് നീതി പുലർത്തും, അല്ലെങ്കിൽ അവരതുമായിട്ട് ഓക്കെ ആയിരിക്കും, അവരത് തന്നെ ഇങ്ങനെ കാണിക്കും. അതേസമയത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ശരിക്കും അവരുടെ ട്രൂ ഫേസ് കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അത് റിയൽ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. റിലേഷൻഷിപ്പിലുള്ള ഒരാളെ ഈഗോ ഒരിക്കലും ഞാൻ ചതിക്കപ്പെടുകയാണെന്നുള്ളത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ആക്ഷൻസ്, അയാളുടെ വേർഡ്സ് കള്ളം പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ആക്ഷൻസ് ഒരിക്കലും കള്ളം പറയില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വാക്ക് ഇങ്ങനെ മാറ്റി പറയുന്നുണ്ടോ, നമ്മളിങ്ങനെ പുറകെ നടന്ന് കെഞ്ചേണ്ടി വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ ലോജിക്കൊന്ന് അല്പം മാറ്റിവെച്ച് നിങ്ങൾ മറ്റൊരാളായിട്ട് നിൽക്കുക. ഇത് ഒബ്സർവ് ചെയ്യുന്ന, നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ സത്യം അംഗീകരിക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം.